മുത്തൂറ്റ് ഉടമകളെ ആദായനികുതി വകുപ്പ് ചോദ്യം ചെയ്യും. നേരത്തെ മുത്തൂറ്റ് സ്ഥാപനങ്ങളിലെ റെയ്ഡിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. സ്ഥാപനത്തിന്റെ വിശദീകരണം രേഖകളിലെ വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആദായനികുതി വകുപ്പ് തുടർ പരിശോധനകൾ ആരംഭിച്ചു. മുത്തൂറ്റ് പാപ്പച്ചൻ, മുത്തൂറ്റ് റോയ്, മുത്തൂറ്റ് ജോർജ് എന്നീ ഗ്രൂപ്പുകൾക്ക് കീഴിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ആദായനികുതി വകുപ്പ് ആരംഭിച്ച റെയ്ഡ് ഇനിയും പൂർത്തിയായിട്ടില്ല. 60ഓളം കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ ബാഹുല്യം റെയ്ഡ് നിർത്തിവെക്കാൻ ഇടയാക്കിയിരുന്നു. ഈ രേഖകൾ പരിശോധിച്ചതിലാണ് നിരവധി ക്രമക്കേടുകൾ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. മുത്തൂറ്റ് ധനകാര്യ സ്ഥാപനങ്ങളായ മുത്തൂറ്റ് ഫിനാൻസിൽ 150 കോടിയുടെയും മുത്തൂറ്റ് ഫിൻകോർപ്പിൽ 125 കോടിയുടെയും മിനി മുത്തൂറ്റിൽ 75 കോടിയുടേതടക്കം 300 കോടി രൂപയുടെ ക്രമക്കേടുകൾ ആദായനികുതി വകുപ്പ് കണ്ടെത്തി. ഇത് ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് മുത്തൂറ്റ് സ്ഥാപനങ്ങൾ സമ്മതിച്ച കണക്ക് മാത്രമാണ്. അതിനു പുറമെയാണ് പിടിച്ചെടുത്ത രേഖകളിലെ ക്രമക്കേടുകൾ. ഈ പശ്ചാത്തലത്തിലാണ് മുത്തൂറ്റ് മുതലാളിമാരെ ചോദ്യം ചെയ്യാൻ ആദായനികുതി വകുപ്പ് തയ്യാറെടുക്കുന്നത്. മുത്തൂറ്റ് സ്ഥാപനങ്ങളിൽ ബിനാമിയായി വൻതോതിൽ നിക്ഷേപം എത്തുന്നുണ്ടെന്നും നികുതി അടയ്ക്കാത്ത ഇത്തരം വൻ നിക്ഷേപകർക്ക് നോട്ടീസ് അയക്കാനുമാണ് ആദായനികുതി വകുപ്പിന്റെ മറ്റൊരു തീരുമാനം. പണയസ്വർണം ലേലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. പരസ്യലേലം നടത്തുന്നതിന് സ്ഥാപനങ്ങൾ തയ്യാറായിട്ടില്ല. ലേലവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നിയമപരമായ നടപടികൾ സ്വീകരിക്കാതെ ഇഷ്ടക്കാർക്ക് സ്വർണം ലേലം ചെയ്യുകയായിരുന്നു. ഇതുവഴി കോടികളുടെ ക്രമക്കേടുകൾ നടന്നു. നിർത്തിവച്ചിരുന്ന റെയ്ഡ് ആദായനികുതി വകുപ്പ് പുനരാരംഭിച്ചു. തുടർ പരിശോധന പൂർത്തിയാക്കാൻ 2 മാസത്തോളം എടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.